ലോകത്തെ ഞെട്ടിക്കുന്നൊരു വാർത്ത ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തെ ഒരു രാജ്യത്തേക്ക് രഹസ്യമായി പറന്ന് വന്നിറങ്ങിയത് UAE-യിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്നിറങ്ങി അവരുടെ അൽ ഐൻ എന്ന് പറയുന്ന എമിറേറ്റ്സിൽ വന്നു. മണിക്കൂറുകൾ MBZ എന്ന് പറയുന്ന നഹ്യാനുമായിട്ട് ചർച്ച നടത്തി. മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായിട്ട് അൽ ഐനിൽ വെച്ച് ചർച്ച നടത്തി. ഇത് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അപ്പോൾ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, ഇത് വന്ന ദിവസം എന്ന് പറയുന്നത് മൈക്ക് ഹക്കബി, അമേരിക്കൻ അംബാസഡർ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തുറന്നു നടത്തി. ഇസ്രയേലിൻ്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇപ്പോൾ UAE സംരക്ഷിക്കുന്നുണ്ട്. അത് പ്രവർത്തിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇസ്രയേൽ സൈന്യം അവിടെയുണ്ട്. അത് മാത്രമല്ല, മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബാർണിയ പലതവണ UAE സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിന് ശേഷമാണ് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നത്. ഈ വെടിനിർത്തൽ ഏപ്രിൽ മാസത്തിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് UAE-യുടെ വിമാനങ്ങൾ പറന്നു ചെന്ന് ഇസ്രയേലിൻ്റെ സഹായത്തോടെ ഇറാനെ ആക്രമിച്ചു. അവരുടെ പ്രധാനപ്പെട്ട 10ാമത്തെ ഏറ്റവും വലിയ റിഫൈനറി ഇരിക്കുന്ന ലാവൻ ദ്വീപിലെ റിഫൈനറികൾ UAE-യുടെ വിമാനങ്ങൾ തകർത്തു. അതിന് തൊട്ടു മുമ്പാണ് നെതന്യാഹു വന്നത്. മൊസാദിൻ്റെ തലവൻ പലതവണ ഡേവിഡ് ബാർണിയ അവിടെ എത്തിയത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് ഈ മൈക്ക് ഹക്കബി പറയുന്നത് 2020 ട്രംപ് വന്നപ്പോൾ അബ്രഹാം അക്കൗണ്ട് ഉണ്ടാക്കി. അതിനുശേഷം ആദ്യമായിട്ട് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച രാജ്യം UAE ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലിൻ്റെ കൂടെ തോളോട് ചേർന്ന് UAE പട്ടാളക്കാരുണ്ട്. UAE ഇറാനെതിരാണ്, ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞു. മാത്രമല്ല, നെതന്യാഹുവിന് സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ചു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. കൗതുകകരമായ, അത്ഭുതപ്പെടുത്തുന്ന വാർത്തയല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. സുനിലിനറിയോ, ഈ ലവൻ ദ്വീപ് ആക്രമണത്തിന് വിധേയമായപ്പോൾ ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും എഴുതിയിരുന്ന ഇസ്രായേൽ ആക്രമിച്ചു എന്നാണ്. ഇസ്രായേൽ അല്ല, UAE ആയിരുന്നു. അപ്പൊ ഈ ജിയോ പൊളിറ്റിക്സ് എങ്ങനെ മാറി മറിയണമെന്ന് നോക്കൂ. ഒരൊറ്റ ദിവസം കൊണ്ട് ജിയോ പൊളിറ്റിക്സ് മാറി മറിഞ്ഞു. ഇപ്പൊ UAE ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറി. ഇനി ഒരു മാസം കൊണ്ട് 2800 മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് UAE-ക്ക് നേരെ നടത്തിയത്. ആലോചിച്ച് നോക്കി, ഒരു ദിവസം 10-50 എണ്ണം വരെയാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന പോലെയല്ല, അത്ര ഭീകരമായി. മിക്കവാറും അതെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്തു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഹായത്തോടെ. എന്നാലും ഒരു രാജ്യത്തെ UAE അങ്ങനെ വലിയ കുഴപ്പമുണ്ടാക്കുന്ന രാജ്യമൊന്നുമല്ലല്ലോ. സമാധാനത്തോടെ കഴിയുന്ന, അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന. യമനിൽ അവർ ഇടപെടുന്നു. യമനിൽ സൗദി അറേബ്യയായിട്ട് ക്ലാഷൊക്കെ ഉണ്ട്. അവർ തമ്മിൽ നല്ല ബന്ധമല്ല. പക്ഷേ എന്നിരുന്നാലും ലോകത്തെ മറ്റ് പൊളിറ്റിക്സിലൊന്നും ഇടപെടാതെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി യൂറോപ്പിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി ഫുജൈറിൽ ചില പ്രധാനപ്പെട്ട കരാറുകളൊക്കെ ഒപ്പുവെച്ചിട്ടാണ് പോകുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട അത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവിടുത്തെ ഒരു മന്ത്രി പറയുന്ന വീഡിയോ ഞാൻ കണ്ടു, വനിതാ മന്ത്രി. അവർ പറയുന്നു, ഞങ്ങളുടെ ഭാഗ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന വീഡിയോ ഞാൻ കണ്ടു. ഏതായാലും ഇതിപ്പോൾ ഈ ഇസ്ലാമിക ലോകം എക്കാലത്തും ജൂതരാഷ്ട്രത്തിനെതിരാണ്, ജൂതന്മാരെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ UAE എടുത്തിരിക്കുന്ന ഈ നിലപാട് മാറ്റം എങ്ങനെ ശ്രദ്ധേയമാണ്? അത് എങ്ങനെ ജിയോ പൊളിറ്റിക്സിനെ സ്വാധീനിക്കും? അല്ല, ഇതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജൂതരാഷ്ട്രത്തിനെ ഈ അറബ് രാജ്യങ്ങളെല്ലാം ആക്രമിക്കാൻ തുടങ്ങിയത്? പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്നും പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലത്തെ ഇപ്പോഴത്തെ രാജകുടുംബത്തിനോ അതല്ലെങ്കിൽ UAE പശ്ചിമേഷ്യയിലെ മറ്റ് രാജകുടുംബങ്ങൾക്കൊന്നും തന്നെ ഒരു സ്വതന്ത്ര പാലസ്തീൻ നിലവിൽ വരണമെന്ന് യാതൊരു താല്പര്യമില്ല. പിന്നെ അവർ ഒരു പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ട് ഇത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുനിലിൻ്റെ അടുത്ത്. ഒരു സ്വതന്ത്ര പാലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ അവിടെ എന്ത് തരത്തിലുള്ള ഭരണമായിരിക്കും? ഇസ്ലാമിക ശരിയാ ഭരണം. അതെ, പക്ഷെ അല്ല, ഭരിക്കുന്നത് ആരായിരിക്കും? ഹമാസ്. അവർക്ക് ഈ രാജകുടുംബങ്ങളായിട്ട് ചേർന്ന് പോകാൻ പറ്റുമോ? ഹമാസിലുള്ളത് മുഴുവനും കാട്ടറബികളാണ്, ഒരു വിവരമില്ലാത്തവരാണ്. അവർക്ക് ആയിക്കൂടെ അറിയാവുന്ന ഒരു കാര്യം ബോംബ് ഉണ്ടാക്കുക, ആൾക്കാരെ കൊല്ലുക, അട്ടിമറി നടത്തുക എന്നുള്ളതാണ്.
അവർക്ക് ഒരു എന്താ പറയണ നയതന്ത്ര രംഗത്ത് അവർക്ക് യാതൊരു കോൺട്രിബ്യൂഷനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന സൗദി അറേബ്യക്കാണെങ്കിലും പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങൾക്കാണെങ്കിലും ശരി, പലസ്തീൻ വരണം എന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ ഇതിങ്ങനെ നിൽക്കും കുറേ നാൾ, ഹമസും അൽ ഖ്വയ്ദയും പിന്നെ വേറെ എന്താ ഹെസ്ബുള്ളയൊക്കെ ആയിട്ട് നിൽക്കും. ഇതാണ് യഥാർത്ഥ വിവരം സുനിൽ. ഈ ഇവർക്ക് ആർക്കും പാലസ്തീൻ എന്നുള്ളത് ഒരു എന്താ പറയുന്ന ഒരു ഫിഗർ ഹെഡായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അവരാരും ഇനി ഇസ്രായേൽ ഇപ്പോൾ ഈ അബ്രഹാം അക്കോർഡിനെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ, അത് മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഈ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ സമാധാന ചർച്ച ഉണ്ടാക്കിയില്ലേ. ഈജിപ്തിന്റെ എയർഫോഴ്സിലെ ഒരു വിമാനം പോലും ബാക്കി വയ്ക്കാതെ എല്ലാം തവിടുപൊടിയാക്കിയ രാജ്യമാണ് ഇസ്രായേൽ. അവർ പോയി മറ്റേ ഒപ്പിട്ടു, അൻവർ സദാത്തും പിന്നെ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു മെനാച്ചും ബെഗിനും ആണെന്ന് തോന്നുന്നു ഒപ്പിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴല്ലേ എന്താണ് അൻവർ സാദത്തിന് ഒരു മിലിറ്ററി പരേഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇസ്ലാമിക് തീവ്രവാദികൾ പോയിട്ട് വെടിവെച്ച് കൊന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇത് എനിക്ക് വലിയൊരു ഇതൊരു സർപ്രൈസിങ് ആണ്. ഇങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു UAE ചെല്ലുകയും അവരുടെ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തുകയും അവർക്ക് എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യണത് ഒരു വലിയ സർപ്രൈസിങ് വാർത്ത തന്നെയാണ്. പക്ഷെ ഇതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അവസാനം പശ്ചിമേഷ്യയിൽ ഇപ്പൊ ഉണ്ടാവാൻ പോണെന്ന് വെച്ചാൽ ഇറാൻ ഒറ്റപ്പെടും. ഇറാൻ ഒറ്റപ്പെടുന്ന മാത്രമല്ല പാകിസ്ഥാനും ഒറ്റപ്പെടും. അല്ല, തമാശ എന്ന് പറഞ്ഞത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയത്. അതിന് തൊട്ട് മുമ്പ് നെതന്യാഹുവിൻ്റെ വിമാനം പറന്ന് ഗ്രീസിലേക്ക് പോയി. ഉടനെ ഇവരെല്ലാം ഇവിടെ കേരളത്തിലെ സുഡാപ്പികളെല്ലാം പറഞ്ഞു, കണ്ടില്ലേ നെതന്യാഹു പേടിച്ചോടി വിമാനം കൊണ്ട് ഗ്രീസിലിട്ടിരിക്കുകയാണ്, അവിടെ കിടക്കുകയാണ്, ഇനി ഇയാളെപ്പോലൊരു പേടിത്തൊണ്ടനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നെതന്യാഹു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിമാനം എല്ലാ സിഗ്നലും എല്ലാ റേഡിയോയും ഓണാക്കി ഇട്ടിട്ടാണ് പറന്നു പോയത്. വിമാനം പോകുന്ന കണ്ടോടാ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ നെതന്യാഹു ഇസ്രയേലിൽ നിന്ന് പറന്ന് അല്ലൈനിൽ വന്നിറങ്ങുന്നത് ലോകത്ത് ആരും കണ്ടില്ല. ഒരു സാറ്റലൈറ്റ് അമേരിക്ക കണ്ടു കാണും, അമേരിക്ക അറിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അതെ അതെ, അവർ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടാവും ഇസ്രായേൽ പ്രധാനമന്ത്രി നിങ്ങളുടെ രാജ്യത്തേക്ക് വരും എന്നുള്ള കാര്യം. അല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി UAE പോയി അങ്ങോട്ട് കണ്ടു എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. അതാ മറ്റേ പണ്ട് ഈ ചൈനയും അമേരിക്കയും തമ്മിൽ ഉള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് വേദിയായത് പാകിസ്ഥാനും ഇന്ത്യയുമാണല്ലോ. ഈ പാകിസ്ഥാനിൽ വന്ന് എത്തിയിട്ടാണ് ഹെൻറി കിസിഞ്ചർ ബെയ്ജിങ്ങിലേക്ക് പോകുന്നത്. ഇന്ത്യ വഴിയാണ് അത്ര അയാൾ ബെയ്ജിങ്ങിലേക്ക് പോയത്, ഹെൻറി കിസിഞ്ചർ, അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. തുടർന്നാണ് റിച്ചാർഡ് നിക്സൺ അവിടെ പോയി ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ സ്ഥാപിച്ചത് ചൈനയും അമേരിക്കയായിട്ടും. അന്നതൊരു പേരുണ്ടായിരുന്നു, പിങ് പോങ് ഡിപ്ലോമസി എന്നാ പറയണേ. ടേബിൾ ടെന്നീസ് ആണ് രണ്ടും വലിയ എന്താ പറയുന്ന പാസ്റ്റ് ടൈം. അപ്പം അങ്ങനെ കളിച്ച് അത് ഒരു മനുഷ്യർ പോലും അറിയാതെയാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനരാരംഭിച്ചത്. ആരും പ്രതീക്ഷിച്ചില്ല, കാരണം രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലായിരുന്നു. മറ്റേ ചൈനക്കാർ യാങ്കീസ്, ഇമ്പീരിയലിസ്റ്റുകളെന്ന് പറഞ്ഞ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കനെ വിളിക്കും. അവരെ കയറി ബാംബു കർട്ടനോ എന്താണ്ടൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പരിഹസിക്കായിരുന്നു. മാവോ സേതുങ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അത് സ്വാഭാവികമാവാം എങ്കിൽ ഇസ്രായേലിനെ പോലെ സാങ്കേതികമായും പിന്നെ സാംസ്കാരികമായും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇവരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ UAE കൂടെ ഇപ്പോൾ കട്ടക്ക് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ഇടതുവശത്ത് ഇന്ത്യ, വലതുവശത്ത് ഇസ്രായേൽ. പക്ഷേ വേറെ തമാശയുണ്ട്, UAE ഇതിനോട് വളരെ അവധാനതയോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. നോ കമൻറ്റ്സ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ അംഗീകരിക്കാനും പോയില്ല, നിഷേധിക്കാനും പോയില്ല. അല്ല, അവരുടെ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമാണല്ലോ ഒന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ അവിടെ ജനവികാരം ചിലപ്പോൾ എതിരാകുമോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കണമല്ലോ. അതുകൊണ്ടായിരിക്കണം UAE ഇതിനെ ഓപ്പണായിട്ട് ഇത് കൺഫേം ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഈ സുഡാപ്പികളുടെ ഏക സോഴ്സ് എന്ന് പറയുന്നത് അവർ ഈ അൽ ജസീറ എന്നൊക്കെ പറഞ്ഞൊരു TV ചാനലുണ്ട്. അപ്പോൾ അതിന് ഇംഗ്ലീഷുണ്ട്, അറബിയുണ്ട്. ഇവർക്ക് ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു അറിയത്തില്ലെങ്കിൽ അറബി അറിയാം. അപ്പം അറബിയിൽ ഇങ്ങനെ അതൊരു പ്രോപ്പഗാൻഡ ചാനലാണ്. മലയാളത്തിലുള്ള കുറേ ടെലിവിഷൻ ചാനൽസ് ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും. അൽ ജസീറ സംപ്രേഷണം ചെയ്യുന്ന ഖത്തറിന് നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുക. സാറ് പറയാമെന്ന് പൂർത്തിയാക്കും.
ഇല്ല, നമ്മുടെ ഇനി ഞാനത് മിണ്ടല്ല. അത് അല്ല, ഇവിടെ ചില കൊഴലൂത്ത് നടത്തുന്ന ചാനലുണ്ട്. ഇപ്പോൾ എന്താ പറയണ, ചില രാഷ്ട്രീയക്കാരോട് അവർക്ക് അഭിനിവേശം ഭയങ്കരമാണ്. ഇപ്പോൾ പേപ്പർ എന്തെന്നില്ലാത്ത അഭിനിവേശം, അഭിനിവേശം അഭിനിവേശം എന്നൊരു പാട്ടുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ നിരൂപകനും സാഹിത്യ ആസ്വാദകനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തെ അല്ല, പ്രൊജക്റ്റ് അതിലൊരു ചെയ്യുന്നത്. കാര്യമുണ്ട്. വി ഡി സതീശൻ നല്ല പരന്ന വായനയുള്ള ആളാണ്. ഉം. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ ഉം. ഈ ഡിബേറ്റുകൾ നടക്കാറുണ്ട്. ഒരു ദിവസം 2 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനുമായിട്ട് ആ ഡിബേറ്റിൽ ഏർപ്പെട്ട ഞാനാണ്. അപ്പോൾ എനിക്കും ഒരു സതീശൻ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞിട്ട് സതീശൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് പുതിയതായി മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങളെ കുറിച്ച് വരെ അറിയാം. ഓ, നല്ല വായനയുണ്ട്, നല്ല അപ്പോൾ എങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ സാധാരണ പുസ്തകം വായിക്കാറുണ്ടോ? അക്കാര്യത്തിൽ സതീശൻ വ്യത്യസ്തനാണ്. ഓക്കെ ഓക്കെ. ഞാൻ അങ്ങയുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് നല്ല വായനയുണ്ട്. അത് പണ്ടാണ് നമുക്ക് പറയാമായിരുന്നു, കൃഷ്ണൻ നായർ സാറിൻ്റെ സാഹിത്യ പാരമ്പര്യത്തിൽ ഒരു പാരഗ്രാഫ് വായിച്ചു വെച്ചാൽ ആ പുസ്തകം അങ്ങനെയാണെന്നൊക്കെ പറയാം. ഇപ്പം അങ്ങനെ ഒരു കോളം ഇല്ലാത്തതുകൊണ്ട് പുസ്തകം തന്നെ വായിച്ചിട്ടുണ്ട് സതീശൻ. ഓക്കെ. തർക്കമില്ല. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രിയായി കിട്ടുന്നത് ഒരു കണക്കിന് നല്ലതാണ്. പണ്ട് 77 ആന്റണി മുഖ്യമന്ത്രി ആയപ്പോഴും പറഞ്ഞു അദ്ദേഹം ക്ലാസിക്കുകൾ, ഇംഗ്ലീഷ് ക്ലാസിക്കുകളുടെ വലിയ ആരാധകനാണ്. ഹറോൾഡ് റോബിൻസും പിന്നെ ഇയാൻ ഫ്ലെമിംഗ് ഒക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. ജെയിംസ് ബോണ്ട്, അന്നത്തെ ജെയിംസ് ഹാഡ്ലി ചേസ്. അതെ അതെ, ജെയിംസ് ഹാഡ്ലി ചേസ്. അത് ഏത് നേരം അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് അദ്ദേഹം അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക് അല്ലേ. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് മറ്റു മാധ്യമങ്ങൾ പറയാത്ത പല വാർത്തകളും ആദ്യം നിങ്ങളോട് പറയുന്നത് പലപ്പോഴും ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് ചെയ്യണം.